വലിയ വലിയ പ്രതിഷേധം. ദിലീപ് കുമാർ പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പ്രതിഷേധമാണ്. കല്ലുകൾ, കമ്പുകൾ, കുപ്പികൾ, അതേപോലെ ഇ ഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച ടാക്സി വാഹനത്തിന്റെ ചില്ല് അത് തകർത്തിരിക്കുന്നു. CPM പ്രവർത്തകർ അത്രത്തോളം വൈകാരികമായി കൈവിട്ടുപോയൊരു പ്രതിഷേധത്തിലേക്ക് ആദ്യ വാഹനം പോലും പുറത്തേക്കിറക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡരികിലൊക്കെ CPM പ്രവർത്തകരുണ്ട്. പോലീസ് അവരെ പിന്തിരിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു. പ്രവർത്തകർ വാഹനത്തിന് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഒന്നാമത്തെ വാഹനം കുറച്ചങ്ങോട്ട് അടുക്കുമ്പോൾ ആ വാഹനത്തിന് ചില്ല് തകർത്തിരിക്കുന്നു. ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാനുള്ള നീക്കം അത് CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അത്രത്തോളം വൈകാരികം. വീണ്ടും കമ്പ് ഉപയോഗിച്ചുകൊണ്ട് കല്ലെറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. ആദ്യ വാഹനത്തിന്റെ പിൻവശത്തെ ചില്ല് കമ്പ് ഉപയോഗിച്ച് പൊട്ടിച്ചിരിക്കുന്നു. കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നത് ഒരുപക്ഷെ നമ്മൾ ഈ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടതുപോലെ പ്രവർത്തകർ വാഹനം പോകുന്ന വഴിക്ക് മൊത്തം ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയാണ്, തടഞ്ഞു നിർത്തി ആക്രമിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇതിന് മുൻപുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം CPM പ്രവർത്തകരെ സംബന്ധിച്ചോളം അതിവൈകാരികമാണ് അവർക്ക് ഈ കാരണങ്ങൾ. പോലീസിന്റെ ഷീൽഡ് ഉപയോഗിച്ചും ലാത്തി ഉപയോഗിച്ചും ഒക്കെ വാഹനങ്ങളെ CPM പ്രവർത്തകർ ആക്രമിക്കുകയാണ്. ഒരുപക്ഷെ ഈ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇളക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം, വലിയ പ്രതിഷേധം, അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോഴും പ്രധാനപ്പെട്ട റോഡിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 വാഹനങ്ങൾ ആദ്യ വാഹനത്തിലെ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ഈ അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഗ്ലാസ് ചില്ലകൾ അടിച്ചു തകർത്തു. പിന്നാലെ പോയത് പിൻവശത്തെ ഗ്ലാസ് ചില്ലകൾ പൂർണ്ണമായും ആദ്യ വാഹനത്തിന് തകർത്തു. രണ്ടാമത്തെ വാഹനം പ്രവർത്തകർക്കിടയിലൂടെ പോകുമ്പോൾ മൂന്നാമത്തെ വാഹനത്തെയും ആക്രമിക്കുകയാണ്. അതിന്റെ ഗ്ലാസ് ചില്ലകൾ അടിച്ചു പൊട്ടിക്കാനുള്ള നീക്കം നടക്കുന്നു. ഏതായാലും ഏറെ വൈകാരികമാണ്. നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ ശാന്തരാക്കാനുള്ള നീക്കം നടത്തുന്നു.